ഹായ്, ഇത് സൺഡേ ആണ്. നമ്മൾ സെലൂണിലുള്ള. അപ്പോൾ ഇന്ന് നമുക്ക് കാര്യപ്പെട്ടൊരു പരിപാടിയുണ്ട്. പറഞ്ഞല്ല, നമ്മളെ ഷോപ്പിലെ ഷബീറിൻ്റെ വീട്ടിൽ കൂടലാണ്. അപ്പം മാട്ടൂലേക്ക് എത്തണം. അപ്പോൾ നമ്മൾ ടീമിനെ നമ്മൾ വെയിറ്റ് ചെയ്യലാണ്. എല്ലാവരും കൂടി ഇവിടെ എത്തും. അപ്പോൾ ഇവിടുന്ന് ഒരു ട്രാവൽ ട്രിപ്പോൻ്റെ പ്ലാനാണല്ലേ. നമുക്ക് ട്രാവൽ പോകണം. ട്രാവലർ സീറ്റ് ഏതാണ്ട് ഫുള്ളാണ്. അപ്പം നമ്മളേതായാലും കാർ പോകേണ്ട പ്ലാനിങ് കേട്ടാ. അല്ലേ 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 എല്ലാവരും വന്നിട്ട് തീരുമാനിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളേതാ അച്ചൂട്ടനെ ചെറിയൊരു പുതിയ മുടിയിലൊന്ന് സെറ്റാക്കണമെന്നും പറഞ്ഞേ. ഇതാ അച്ഛൻ്റെ അപ്പം ഇതാ വാഷ് ചെയ്യുന്ന ഹെയർ അല്ലേ അച്ഛട്ടാ? അടിപൊളിയാവുക. നമ്മള് മിനിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സുധീർ, നീ രാവിലെ എന്തെങ്കിലും ചെയ്തില്ലല്ലേ? രാവിലെ തന്നെ ഓണമുള്ള പരിപാടികൾ നോക്കിയാ എൻ്റെ ഞാമെന്നുള്ള നീ മക്കളെ ഒന്നും ചെയ്തില്ലേ? ആ, സ്വന്തമായിട്ട് ഇവിടെ സലൂൺ ഉണ്ട്. എന്നിട്ട് മക്കളെ ഒന്നും ചെയ്യാണ്ട് ഓള് മാത്രമേ സെറ്റായിട്ട് അതിന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പൊ കുഞ്ഞുമോളെ ഹെയർ ഒന്ന് സെറ്റാക്കണം. അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ജാൻചുട്ടി. ഹലോ ജാൻചുട്ടി. ഹലോ, മേക്കപ്പ് ചെയ്യുന്ന ഓവറാക്കുവാ ചളാക്കുവാ? ഇവളെ കാര്യം ഇവള് നോക്കിക്കോളൂ കേട്ടോ. മേക്കപ്പും പരിപാടിയല്ലോ ആരുടെയും സഹായം ഉണ്ടല്ലേ ജാനു? ഭാര്യ തേച്ച് ചൈനക്കാരിനെ പോലെ ആക്കൂ. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ആക്കണ്ടോ? ഇത്ര മതി ധാരാളാന്ന്. ഓക്കെ, ഇതാണ് ഓളെ പരിപാടി കേട്ടാ. അടുത്ത് കാണട്ടെ. അടിപൊളി. ഞാൻ ഇഷ്ടേനാ. അടുത്ത് ഇനി ഇങ്ങോട്ട് നോക്കിയേട്ടാ. നോക്കിയേ. മമ്മീന്റെ മുടിയെക്കാട്ടി സൂപ്പർ ആക്കിട്ടാ അല്ലേ ജാനു? അല്ല പിന്നെ എൻ്റെ മോളാരെ നോക്കണ്ട, ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ട്. അപ്പൊ നമ്മളെ ടീം ഏതാണ്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ വണ്ടി എത്തിയിട്ടില്ല. ഞാൻ ഏതായാലും താഴെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. നീ എത്ര സമയം ഇവിടെ വിശ്രമിക്കുമോ? ഇവിടെ കാല് മസാജ് സ്ഥിരം ഇവിടെ വന്നിരിക്കാണ്. ഇതിന്റെ മുകളിൽ മസാജ്, ഇതിന്റെ മുകളിൽ മസാജ് ഇരിക്കും. അപ്പുറം വൈബ്രേഷൻ വന്നിട്ട് എന്താ പരമസുഖം. ഒരു മണിയും മോഡലല്ലേ. നമ്മളെല്ലാരും എത്തിയിട്ടുണ്ട്. ഹായ് രാഹുൽ. ബാക്കി എല്ലാവരും അണിഞ്ഞൊറിഞ്ഞ് സുന്ദരികളായിട്ടുണ്ടല്ലോ. ഹലോ ഹലോ ഹലോ. ഹായ് ശ്രീന. ഇവിടുന്ന് ശ്രീനെടുത്തോ? ശ്രീനയുടെ ഉള്ളത്. അശ്വതി ആളെ മാറിപ്പോയി കേട്ടാ. എനിക്ക് വന്ന് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ഇന്ന ഈക്കുള്ളത് കണ്ട തിരിയില്ല. വല്ലാണ്ടല്ലേ. അല്ല ശാലി ഇതെന്തായിനി? ശാലിന സാരിയിൽ മാറുമ്പോഴത്തേക്കല്ലേ? ഇല്ല ഇല്ല, അടിപൊളിയായിട്ട് സീൻ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഫീൽഡ് വർക്ക് ആൾക്കാരുടെ ടീംസ് കംപ്ലീറ്റ് ഉണ്ട്. രാവിലെ നമ്മളെ വിജയിച്ചെടുത്തു. എല്ലാവരോടും നേരത്തെ എത്താൻ പറ്റും. ഓമുക്കിയാ നമ്മളെ വിജയിച്ചത് എത്തിയിട്ടുണ്ട്. എപ്പാന്ന് വിജയിച്ച് ഇറങ്ങല്? 5 മണിയാ പറഞ്ഞു. അന്നപ്പോ കയറി കൂടെ മതി എല്ലാവർക്കും. അപ്പം നമ്മളിതാ വണ്ടി വിടാൻ വേണ്ടി പോകുന്ന കേട്ടാ. എല്ലാവരും ട്രാവലർ കയറി. നമ്മളപ്പോൾ നമ്മളെ കാറിൽ തന്നെ പോകുന്ന കേട്ടാ. ട്രാവലർ സ്ഥലമില്ല, അതേതാണ്ട് ഫുള്ളായതിനെ. അപ്പം നമ്മളെ വണ്ടി നമ്മളെ ഷോപ്പിൻ്റെ മുമ്പിൽ ഇതാ യാത്രയായിട്ടുണ്ട് കേട്ടാ. ട്രാവലർ മുമ്പിൽ വിട്ട് നമ്മൾ ബാക്കിൽ വിട്ട്. വേറെ നല്ല എനിക്ക് വഴി അറിയില്ല കേട്ടാ. പിന്നെ ഇവിടുന്ന് ഏതാണ്ട് ഷബീറിൻ്റെ വീട്ടിലേക്ക് ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 25-30 കിലോമീറ്ററിന് ഉള്ളിലായിട്ടുണ്ട്. ഞാൻ മാട്ടൂൽ പെറ്റ് സ്റ്റേഷനിൽ 2 വട്ടം പോയിന് കേട്ടാ. അത് ഭയങ്കര സെറ്റപ്പാണ്. കടലിൻ്റെ സൈഡായിട്ട് അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഷബീറിൻ്റെ വീട് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് സമയം ഉണ്ടെങ്കിൽ അവിടെ പെറ്റ് സ്റ്റേഷനിൽ കൂടി കയറാമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ബാക്കി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ കാലത്തിന് ശേഷം കേട്ടോ നമ്മൾ സ്റ്റാഫെല്ലായിട്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത്. മുന്നൊക്കെ ഒരു 2 മാസം കൂടുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു 1 ഡേ ടൂറൊക്കെ അടിക്കലുണ്ട്. ഇപ്പം ഒരുപാടായിട്ട് അതില്ല കേട്ടോ. അപ്പം കുറേ കാലത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു സുഖം. നമ്മളപ്പോൾ ഷബീറിൻ്റെ നാട്ടിലെത്തി. അപ്പോൾ വണ്ടി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കിനതാ ഷബീർ നമ്മളെ മുമ്പിൽ കേട്ടോ. ഓനെന്തോ സാധനം വാങ്ങാനായിട്ട് പോയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ ഷബീറിൻ്റെ വീട്ടിലേക്ക് കയറലായ. അപ്പോൾ ഇതാണ് ഷബീറിൻ്റെ വീട് കേട്ടാ. പണിയെല്ലാം ഏതാണ്ടെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. പോകുമ്പോൾ തന്നെ ഷബീറിൻ്റെ ഉമ്മയും ആൾക്കാരെല്ലാം നമ്മളെ നല്ല സ്വീകരണമാണ്. വീട് നല്ല ക്യൂട്ട് വീട് കേട്ടാ. നല്ല അടുപ്പ് ഒതുക്കുള്ള നല്ല കണ്ടീഷൻ വീടാണ് ഷബീറിൻ്റെ വീട്. നമ്മളിപ്പോൾ വീടെല്ലാം കണ്ട് എല്ലാവരെയും പരിചയപ്പെട്ട് ചായ എല്ലാം കുടിച്ച് അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ച് അങ്ങനെ ഇരിക്കലാന്ന്. എന്തായാലും നല്ല രസമാണ്. ഞാൻ പറഞ്ഞില്ലേ, കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ സ്റ്റാഫെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത്. അത് നമ്മളെ സ്റ്റാഫിൻ്റെ വീട്ടിൽ കൂടിയല്ലേ. അപ്പോൾ എല്ലാവരും ഈ വീട്ടിൻ്റെ ഉള്ളിൽ നല്ല സന്തോഷത്തോടെ സംസാരിച്ച് അങ്ങനെ ഇരിക്കുമ്പം ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സുഖം കേട്ട. എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത്. അപ്പോൾ ഷബീർ ഇങ്ങനെ ഒരു വീടാക്കിയിട്ട് കാണുമ്പോഴല്ല സത്യം പറയില്ല ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇതുപോലൊരു വീടെടുക്കുക സ്വന്തമായിട്ട്, അതെല്ലാം കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. എൻ്റെ ഷോപ്പിൽ ഇപ്പോൾ ഉള്ളവരിലുണ്ടല്ല നല്ല സ്നേഹമുള്ളവരാണ്, നല്ല ആത്മാർത്ഥതയുള്ളവരാണ്, ഷോപ്പിന് വേണ്ടി നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും നല്ല നിലയിലെത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം.
അപ്പോൾ നമ്മളെല്ലാവരും തമാശയെല്ലാം പറഞ്ഞ് വർത്താനം പറഞ്ഞ സമയത്ത് ഇപ്പം 7 മണിയായി. ഇനി അടുത്തത് അറിയാമല്ലോ, ബിരിയാണിയാണ്. നല്ല ചിക്കൻ ബിരിയാണി ഷബീർ നമുക്ക് കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇത് വാട്ടത്തിലിരുന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചേട്ടാ. എന്തായാലും ഭക്ഷണം നല്ല ടേസ്റ്റായി, വീട് നല്ല അടിപൊളിയായി. പിന്നെ വീട്ടുകാരെ പെരുമാറ്റം ഒന്നും പറയണ്ട, നല്ല പെരുമാറ്റം, നല്ല സ്വീകരണം കേട്ടാ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് ഇവിടുന്ന് മടങ്ങിയത്.